നമസ്കാരം. തലസ്ഥാന കോർപ്പറേഷൻ ബി.ജെ.പി. സ്വന്തമാക്കിയ ശേഷം ആദ്യമായി നഗരത്തിലെത്തുന്ന പ്രധാനമന്ത്രി നഗരവാസികൾക്ക് എന്താവും കരുതിയിട്ടുണ്ടാവുക? പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ വലിയ പ്രതീക്ഷയാണ് നഗരം പുലർത്തുന്നത്. വർഷങ്ങളായി നടപ്പാകാതെ കിടന്ന പദ്ധതികൾക്ക് പരിഹാരമാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം അടുത്ത വികസന കുതിപ്പിനുള്ള നാന്ദി കുറിക്കൽ കൂടിയാകും ഈ സന്ദർശനം എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ബി.ജെ.പി. ചരിത്ര വിജയം നേടിയ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന കുതിപ്പിന് ഊർജം പകരാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തലസ്ഥാനത്തെത്തുന്നത്. അധികാരമേറ്റ് 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ നഗരത്തിലെത്തിക്കുമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വാഗ്ദാനമാണ് ഇതോടെ നടപ്പിലാകുന്നത്. ഇതോടെ ഒരു കാര്യം ബി.ജെ.പി. വാഗ്ദാനം തരൽ മാത്രമല്ല, അത് പ്രാവർത്തികമാക്കുക കൂടിയാണ് ചെയ്യുന്നത്. നഗരത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന പ്രഖ്യാപനങ്ങളാണ് സന്ദർശനത്തിന്റെ പ്രധാന ആകർഷണം. സിൽവർ ലൈനിന് ബദലായി ഇ ശ്രീധരൻ സമർപ്പിച്ച അതിവേഗ റെയിൽ പാതയുടെ അല്ലെങ്കിൽ റെയിൽവേ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് പ്രധാനമന്ത്രി നടത്തിയേക്കും. അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും നടക്കും. കോർപ്പറേഷൻ ബി.ജെ.പി. പിടിച്ചെടുത്തതിന്റെ ആഹ്ലാദം പങ്കിടാനെത്തുന്ന മോദി നഗരവികസനവുമായി ബന്ധപ്പെട്ട വലിയ പ്രഖ്യാപനങ്ങളുള്ള പ്രതീക്ഷയിലാണ് ബി.ജെ.പി. പ്രവർത്തകർ. തലസ്ഥാന നഗരത്തിന്റെ വികസനം സംബന്ധിച്ച പ്രാഥമിക പഠനം പ്രധാനമന്ത്രി അറിയിക്കുക മാത്രമാണ് വെള്ളിയാഴ്ച നടത്തുകയെന്നും സമഗ്രമായ രൂപരേഖ വിശദമായ പഠനത്തിനു ശേഷം ഉണ്ടാവുകയെന്നും മേയർ വി രാജേഷ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ബി.ജെ.പി. ഭരണമേറ്റാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി തലസ്ഥാനത്ത് ജനങ്ങളെ കാണുമെന്ന വാഗ്ദാനം നിറവേറ്റുകയാണ് ഇതോടെ ബി.ജെ.പി. ചെയ്യുന്നത്. അധികാരമേറ്റ് 25 ദിവസം പിന്നിടുന്ന ഭരണസമിതിക്ക് 10 ദിവസങ്ങളോളം വിവിധ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിന് ചെലവിടേണ്ടി വന്നു. തദ്ദേശ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കണ്ടിരുന്നു. അവരുടെ നിർദ്ദേശങ്ങൾ കേരളത്തിൽ നിന്നുമുള്ള കേന്ദ്രമന്ത്രിമാർക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും വിവിധ രംഗങ്ങളിലെ പ്രമുഖർ ചിലരുമായി മാത്രമേ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളൂ. നഗര വികസന സെമിനാറിന് പുറമെ ഫെബ്രുവരിയിൽ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കും. അന്യ സംസ്ഥാനങ്ങളിൽ നഗരവികസനം വിജയകരമായി നടപ്പാക്കിയ മേയർ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. 101 വാർഡുകളിൽ 46 എണ്ണത്തിൽ മാത്രമാണ് ഡ്രെയിനേജ് സംവിധാനമുള്ളത്. കുടിവെള്ള വിതരണത്തിലെ അപാകത പരിഹരിക്കുവാനും 1000 കോടിയുടെ 4 പ്ലാന്റുകൾ സ്ഥാപിക്കണം. ഇത്തരം വിഷയങ്ങളുടെ പദ്ധതി തുക ഉൾപ്പെടെയുള്ള വിശദമായ പഠനം നടത്തുകയും വേണം. എന്തായാലും സർക്കാർ, മറ്റ് ഏജൻസികൾ, വിദഗ്ധർ തുടങ്ങിയ എല്ലാ വശങ്ങളും പരിഗണിക്കുന്നുണ്ട്. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായി എം.ആർ. ഗോപൻ, കരമന അജിത്ത്, വി സത്യവതി എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും തലസ്ഥാനം സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നഗര വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് കൈമാറുമെന്ന തരത്തിൽ വ്യാപക പ്രചരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. നേടിയ വിജയം രാജ്യത്തിന്റെ പല കേന്ദ്രങ്ങളിലും പ്രധാനമന്ത്രി എടുത്തു പറയുന്നുണ്ട്. ബി.ജെ.പിയുടെ വികസന പദ്ധതികളെ ജനം അംഗീകരിച്ചതിന്റെ തെളിവായിട്ടാണ് തിരുവനന്തപുരത്തെ ബി.ജെ.പി. വിജയത്തെ പ്രധാനമന്ത്രി അവതരിപ്പിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ നഗരം വലിയ പ്രതീക്ഷയാണ് ഇതുകൊണ്ടുകൂടി വെച്ചു പുലർത്തുന്നത്.